ഫിഫ ലോകകപ്പ് ആവേശത്തിന്റെ പാരമ്യത്തിൽ നിൽക്കെ ഫുട്ബോൾ ലോകത്തെ ഒന്നടങ്കം നടുക്കി വീണ്ടും ഒരു മരണവാർത്ത കൂടി പുറത്ത്. പ്രമുഖ ഡച്ച് റഫറിയായ റോബ് ഡീപെറിംഗ് ആണ് അന്തരിച്ചത്. 38 വയസ്സായിരുന്നു. ദക്ഷിണാഫ്രിക്കൻ ഫുട്ബോൾ താരം ജെയ്ഡൻ ആഡംസിന്റെ വിയോഗത്തിന്റെ നടുക്കം മാറും മുൻപേ ആരാധകരെ ഞെട്ടിച്ച് ഡച്ച് റഫറി റോബ് ഡെപ്പറിക്കിന്റെ മരണം. ലോകകപ്പ് ടൂർണമെന്റ് അവസാനിക്കാൻ വെറും ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് ഈ ദാരുണമായ വാർത്ത പുറം ലോകം അറിയുന്നത്. ലോകകപ്പ് വേദിയിലെത്താൻ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു മികച്ച കായിക പ്രതിഭയുടെ അപ്രതീക്ഷിത വേർപാട് കായിക പ്രേമികളെ കടുത്ത ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. 2026 ഫിഫ ലോകകപ്പിനുള്ള വീഡിയോ അസിസ്റ്റന്റ് റഫറിമാരുടെ പാനലിൽ റോബ് ഡീപെറിംഗിനെ ആദ്യം ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും ടൂർണമെന്റ് തുടങ്ങാൻ ഒരു മാസം ബാക്കിയുള്ളപ്പോൾ ഫിഫ അദ്ദേഹത്തെ പാനലിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. ലണ്ടനിലെ മെട്രോപൊളിറ്റൻ പോലീസ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമ ആരോപണത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതായിരുന്നു ഈ കടുത്ത തീരുമാനത്തിന് പിന്നിൽ. എന്നാൽ തുടർന്നുള്ള അന്വേഷണത്തിൽ കൃത്യമായ തെളിവുകളുടെ അഭാവം മൂലം ഈ കേസ് കോടതി പിന്നീട് റദ്ദാക്കിയിരുന്നു. നിരപരാധിത്വം തെളിയിക്കപ്പെട്ടിട്ടും ഫിഫ അദ്ദേഹത്തെ റഫറിമാരുടെ പട്ടികയിലേക്ക് തിരികെ ഉൾപ്പെടുത്താനും തയ്യാറായില്ല. ഇത് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള മാനസിക വിഷമം ഉണ്ടാക്കിയിരുന്നു. എനിക്കെതിരെ കെട്ടിച്ചമച്ച തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടതിൽ വലിയ വിഷമമുണ്ട്. ഞാൻ പൂർണ്ണമായും നിരപരാധിയാണ്. തുടക്കം മുതൽ തന്നെ ഞാൻ പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുകയും ഫിഫ, യുവേഫ, KNVB എന്നീ ഫുട്ബോൾ സംഘടനകളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ് വിശദീകരണം നൽകുകയും ചെയ്തിരുന്നുവെന്ന് ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷം ഡച്ച് പത്രമായ ദി ടെലഗ്രാഫിനോട് ഡീപെറിംഗ് പ്രതികരിച്ചിരുന്നു. ലോകകപ്പ് അവസരം നഷ്ടമായതിലെ കടുത്ത നിരാശയായിരുന്നു അദ്ദേഹത്തിന്റെ മരണകാരണം ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഫിഫയുടെ തീരുമാനത്തിൽ നിന്നുണ്ടായ കടുത്ത മാനസിക സമ്മർദ്ദമാകാം മരണത്തിലേക്ക് നയിച്ചെന്ന തരത്തിലുള്ള ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. 2017 മുതൽ നെതർലൻഡിലെ പ്രമുഖ ഫുട്ബോൾ ലീഗായ എറവിസിയിൽ റഫറിയെ സജീവമായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഡീപെറിംഗ്. 2024 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലും അദ്ദേഹം വാർ ഒഫീഷ്യലായി മികച്ച രീതിയിൽ പ്രവർത്തിച്ച് ശ്രദ്ധ നേടിയിരുന്നു. രാജ്യത്തെ ഏറ്റവും ആദരിക്കപ്പെടുന്ന റഫറിമാരിൽ ഒരാളായ ഡീപെറിംഗിന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഡച്ച് ഫുട്ബോൾ അസോസിയേഷൻ പ്രസ്താവന ഇറക്കി. ഡീപെറിംഗിന്റെ ആകസ്മിക നിര്യാണത്തിൽ അതീവ ദുഃഖവും ഞെട്ടലും രേഖപ്പെടുത്തുന്നതായും പ്രഗത്ഭനായ ഒരു റഫറിയെയും ജോലിയോട് പൂർണ്ണ സമർപ്പണമുള്ള മികച്ചൊരു സഹപ്രവർത്തകനെയുമാണ് തങ്ങൾക്ക് നഷ്ടമായെന്നും KNVB വ്യക്തമാക്കി. ലോക ഫുട്ബോൾ സംഘടനയായ ഫിഫയും അദ്ദേഹത്തിന്റെ മരണത്തിൽ ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുകയും കുടുംബത്തിന്റെയും ഡച്ച് ഫുട്ബോൾ അസോസിയേഷന്റെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ലോകകപ്പ് ഫുട്ബോളിൽ ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൗണ്ടിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു 25-കാരനായ മിഡ്ഫീൽഡർ ജെയ്ഡൻ ആഡംസ്. അന്തരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡച്ച് റഫറിയുടെ മരണവാർത്തയും പുറത്തുവരുന്നത്. ജെയ്ഡൻ ആഡംസിന്റെ മരണകാരണവും വ്യക്തമല്ലായിരുന്നു. 2 യുവ കായിക പ്രതിഭകളുടെ വിയോഗത്തിന്റെ നടുക്കത്തിൽ നിന്ന് മുക്തരാകാൻ ഫുട്ബോൾ ആരാധകർക്ക് ഇനിയും സാധിച്ചിട്ടില്ല. എന്തായാലും ഈ ഘട്ടത്തിലൊക്കെ തന്നെയാണ് ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം എത്തിച്ചുകൊണ്ട് സെമി ഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത്. കായിക പ്രേമികൾ ഏറെ കാത്തിരുന്ന ആദ്യ സെമി പോരാട്ടത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ് മാറ്റുരയ്ക്കുക. ടെക്സസിലെ ഡാലസ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 രാജകീയ പോരാട്ടം. ഫ്രഞ്ച് കരുത്തൻ കിലിയൻ എംബാപ്പയും സ്പാനിഷ് യുവ വിസ്മയൻ ലെമിൻ യമാലും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം എന്ന നിലയിൽ കായിക ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇതിനോടകം ഈ മത്സരത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്.